ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉച്ചഭക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഒരു ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ തനി നാടൻ തന്നെയാണ് കേട്ടോ. നാടനായിട്ടുള്ള മാങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു കറിയും അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാർ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു നാടൻ ഊണ്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയൊരു സന്തോഷമുള്ളൊരു വീഡിയോ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതെന്ന് പറയുന്നത് ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനിവിടെ ഒരു പാചക മത്സരത്തിന് മാർക്കിടാൻ വേണ്ടി പോയിരുന്നു ജഡ്ജായിട്ട്. അപ്പോൾ ആ ഒരു പരിപാടിക്ക് പോയ സമയത്തുള്ള ചെറിയൊരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ആ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് ക്യാംസീസിൻ്റെ പ്രോഗ്രാമായിരുന്നു. എല്ലാ ജില്ലയിലുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ വേറെ പരിപാടിക്കൊക്കെ മത്സരത്തിനൊക്കെ മാർക്കിടാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇത്രയും വലിയ ഷെഫിൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റിയത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഈ ഒരു ഷെഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താ പറയുക ഒരു പ്രമുഖ ഹോട്ടലായിട്ടുള്ള റിറ്റ്സ് കാൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലെ ഷെഫാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, ഷെഫ് അജാസ്. അപ്പോൾ അജാസ് ഷെഫിൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര എന്താ പറയുക അതിനൊക്കെ അർഹത ഉണ്ടോ എന്നുള്ളൊരു ഇതാണ്. അത്രയും സന്തോഷമുള്ള ഒരു വീഡിയോ ആയിരുന്നു ഈ കാണിക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു ചെറിയൊരു മൊമെൻറ്റ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങളെ കൂടെയുള്ള വേറെ 2 പേരെന്ന് പറഞ്ഞാൽ അവരും ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും മാർക്കൊക്കെ ഇടാൻ പോകുന്ന നല്ല എന്താ പറയുക അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് അന്ന് മാർക്കിടാൻ വേണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇവർക്ക് കൊടുത്ത പാർട്ടിസിപ്പൻസിന് കൊടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ ബീഫ് ബിരിയാണി പിന്നെ പായസം അത് രണ്ടും കൊണ്ടുവരണം. അപ്പോൾ എന്താ പറയുക ഒരുപാട് സ്ഥലത്തു നിന്നുള്ളതായതുകൊണ്ട് പല പല വെറൈറ്റീസ് ബിരിയാണി കഴിക്കാൻ പറ്റി. അതേപോലെ തന്നെ പായസവും എല്ലാം ഒരുപാട് ടേസ്റ്റിയുള്ള ഒരുപാട് തരത്തിലുള്ളത് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ ജഡ്ജസിനും അവരെ വക സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ജഡ്ജസിനും ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. അപ്പം എന്താ പറയുക നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്സ് ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ദാ ആ ഗിഫ്റ്റൊക്കെ വാങ്ങി ഞാൻ ഇറങ്ങി. അപ്പം ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാനിപ്പോൾ ചോറിനാണ് ഇടാൻ വേണ്ടി പോണത്. അപ്പോൾ ചോറിന് ഞാൻ അരി കഴുകിയിട്ട് ചെമ്പിൽ വെള്ളം നിറച്ചിട്ട് ഒന്നിച്ചങ്ങ് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഞാനതവിടെ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന അരി എന്ന് പറയുന്നത് ഞാനെപ്പോഴും പറയലുണ്ട് വെള്ളക്കുറുവ അരിയാണ് ഉപയോഗിക്കൽ. അപ്പോൾ ആ അരിയാണത്. ഈ വെള്ളക്കുറുവ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഉരുണ്ടിട്ടുള്ള മണിമണിയായിട്ടുള്ള ഒരു അരിയില്ലേ, അതാണ് വെള്ളക്കുറുവ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ കഴുകി വെള്ളവും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ സാമ്പാറിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. സാമ്പാർ പരിപ്പ് തുവരപ്പരിപ്പ് 1 കപ്പാണ് എടുത്തത്. ഇനി അത് നല്ലോണം കഴുകണം. 2-3 പ്രാവശ്യം തന്നെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഞരടിയിട്ട് തന്നെ കഴുകുക. ഒരു 2-3 പ്രാവശ്യം തന്നെങ്കിൽ ഒന്ന് കഴുകണം കേട്ടോ, എന്നാലാണ് പരിപ്പ് വൃത്തിയാവുക. അപ്പോൾ ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് വരാം. അപ്പോൾ 3-4 പ്രാവശ്യം ഞാനിപ്പോൾ ഇത് കഴുകി കൊണ്ടുവന്നതാണ്. ഇനി ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പരിപ്പ് മാത്രം ഞാനിപ്പോൾ കുക്കറിലിട്ടിട്ട് വേവിക്കുകയാണ്. ഇനിയിപ്പോൾ തീ ഓണാക്കി കൊടുക്കുകയാണ് ഞാൻ. അതേപോലെ തന്നെ ഈ കുക്കറിന്ന് തിളച്ച് എന്താ പറയുക വിസിലടിയുമ്പോൾ പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അത് പുറത്തേക്കായി പോവും. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 3 വിസിൽ ഇത് അടിയട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അടുപ്പിൽ ഞാനിപ്പോൾ ഇനി പച്ചക്കറി വേവിക്കാൻ വേണ്ടി ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പാറിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, 4 പച്ചമുളക്, 1 തക്കാളി, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു വലിയ സൈസ് ഉരുളക്കിഴങ്ങ്, പിന്നെ മുരിങ്ങക്കായാണ് കുറച്ച് ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മത്തനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സാമ്പാറിന് ഉണ്ടാക്കുന്നത്. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള അത് വെച്ച് സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇടുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. ഞാനിപ്പോൾ ഫുള്ളായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ. വല്ലാണ്ടങ്ങ് കളറൊന്നും മാറണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒരു 2 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. ഇത് കട്ടക്കായാണ്, ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ സാധാരണ നാട്ടിലെ കട്ടക്കായ എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലും ഫ്ലേവറും ഒക്കെയാണ്. പക്ഷേ ഇതത്ര പോരാ കേട്ടോ. ഒരു 3-4 പീസ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നാട്ടിലത്തേതാണെങ്കിൽ ഈ കട്ടക്കായം തന്നെ മതി, പിന്നെ വേണ്ടിയൊന്നുമില്ല. പക്ഷേ ഇതിനത്ര ഫ്ലേവർ ഇല്ല. ഞാനൊരു 2-3 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് വാടിയെന്ന് കണ്ടപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാ പച്ചക്കറിയും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇടണ്ട കേട്ടോ, തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇപ്പോൾ ഞാൻ അവിടെ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ എണ്ണ കിടന്നിട്ട് ഈ പച്ചക്കറി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് എന്താ പറയുക അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് മൊരീന വരാം. ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ആയി വരും കേട്ടോ.
ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാർ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ അതാ ലാസ്റ്റിൽ ഞാനിപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വയറ്റി ഇതാക്കൊന്നും വേണ്ട. അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ പച്ചക്കറി വേവാനുള്ള അത് മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ആ ഒരു ലെവലിലുള്ള പച്ചക്കറി മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളതൊക്കെ എന്താ പറയുക, ഈ ഒരു ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ടതുകൊണ്ട് തന്നെ അങ്ങ് പൊടിഞ്ഞു പോവില്ല, അതവിടെ നിന്നോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ ഒരു പച്ചക്കറിയിലേക്ക് വേണ്ടിയ ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ടുണ്ട്. ഇതിനെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ പൗഡറാണ്. ഇത് ഹോം മെയ്ഡ് പൗഡറാണ്. ഇത് എൻ്റെ ചാനലിലുണ്ട് കേട്ടോ, എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഹോം മെയ്ഡ് സാമ്പാർ പൗഡറാണ്. അതൊരു 2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മതി. ഇത് 2 പൊടി മാത്രമാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കിയതിൻ്റെ ശേഷം ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഉപ്പ് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ മൂടിയിട്ട് ചെറിയ തീയിലാക്കിയിട്ട് ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ വേവാൻ. അപ്പോൾ ഞാനത് സാമ്പാർ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പരിപ്പ് റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞല്ലോ മാങ്ങ ഉള്ള മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻകറിക്കുള്ളതും ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, ഇത്ര സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചത്. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ വാടി വരും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒന്നിച്ചങ്ങ് വാണ്ടോളും. ഇനിയിപ്പോൾ അതാ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇഞ്ചി അരച്ചതും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ വെളുത്തുള്ളി ചേർക്കണില്ല കേട്ടോ, ഇഞ്ചി മാത്രമാണ്. ഇഞ്ചി ഫ്രഷ് തന്നെ ചതുക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതും കൂടെ ഇട്ടിട്ട് ആ ഇഞ്ചിൻ്റെ ഒരു പച്ചച്ചായ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാ ഇഞ്ചി ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി വലിയൊരു സൈസിലുള്ള ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയാണ് ഈ കറിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ടത് കേട്ടോ. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. തക്കാളി ഒന്ന് വേവട്ടെ. അപ്പോൾ വേവണ സമയം കൊണ്ട് നമ്മൾ സാമ്പാർ ഒന്ന് നോക്കുക. സാമ്പാർ ഇതവിടെ ഏകദേശം പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് ഉടച്ച് നോക്കിയാൽ മതി കേട്ടോ. ഒന്ന് വെന്തണോ എന്ന് അറിയണമെങ്കിൽ ഒന്ന് മുറിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതുണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. അല്ല വട്ട് പോലെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാലും പച്ചക്കറി ഉടഞ്ഞു പോവുകയില്ല നമ്മൾ ഫ്രൈ ചെയ്തതുകൊണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പുളിവെള്ളമാണ് വയ്ക്കുന്നത്. പുളിവെള്ളമൊക്കെ നിങ്ങൾ എത്ര ആണോ വേണ്ടിയെന്നുള്ളത് നോക്കിയിട്ട് വയ്ക്കുക. ഞാനൊരു നാരങ്ങ വലുപ്പത്തിൽ ചെറിയ വലുതല്ല, ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള ഒരു പുളി പിഴിഞ്ഞെടുത്തതാണ്. 1 കപ്പ് വെള്ളത്തിൽ നല്ലോണം പിഴിഞ്ഞ് വെച്ചതാണത്. അതാണ് ഇപ്പോൾ വെച്ച് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കട്ടെ കേട്ടോ. ഈ സമയത്തൊന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക റെഡി ആണോ എന്നുള്ളത്. പുളിയും നോക്കിയാൽ മതി. പുളി വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ പരിപ്പ് ഇവിടെ ഞാൻ പറഞ്ഞില്ല നേരത്തെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് വെച്ചതാണ്. ഇപ്പോൾ അതാ പരിപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് പണില്ല ഈ ഒരു പാകത്തിലാണ്. ഞാനിപ്പോൾ ഒരു 3 വിസിലാണ് ഇതിവിടെ വേവിച്ചെടുത്തത്. പിന്നെ വിസിലിൻ്റെ കണക്കൊക്കെ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് മാറും കേട്ടോ. എത്ര നമുക്കൊരു കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ പരിപ്പും കൂടെ ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് പരിപ്പ് ഇതിന് എന്താ പറയുക കറക്റ്റ് അളവാണ് കേട്ടോ. ഈ ഒരു ഞാൻ കാണിച്ച ഈ ഒരു പച്ചക്കറിക്കുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആ കുക്കറൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ഇനി ഈ പരിപ്പും പുളിക്കൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പം പുളി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 2-3 മിനിറ്റ് നേരം തിളപ്പിക്കണം കേട്ടോ. പുളീൻ്റെ ടേസ്റ്റ് ആ ഒരു പച്ച ടേസ്റ്റ് മാറി വരണം. ഇപ്പം നമ്മളെ തക്കാളി ഇവിടെ വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തക്കാളി വാടി കേട്ടോ. ആ തക്കാളിത്തെ വെള്ളം വറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ നന്നായിട്ട് തക്കാളിൻ്റെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഒരു എന്താ പറയുക ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂണാണ് എൻ്റെ കയ്യിലുള്ള ടീസ്പൂണാണ്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും 2 ടീസ്പൂണ് ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കുറച്ച് മതി കേട്ടോ. ഒരു എന്താ പറയുക 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്. പിന്നെ പെരുജീരകത്തിൻ്റെ പൊടിയാണ്, അത് 1 ടീസ്പൂണാണ് ഇട്ടത്. പിന്നെ വേണ്ടിയ കുറച്ച് ഉലുവൻ്റെ പൊടിയാണ്, അത് 1/2 ടീസ്പൂൺ.
ഇത്രയാണ് ഇതിൽ പൊടികൾ വേണ്ടത്. ഇനി പൊടികളെ പച്ചച്ചുവ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. തീ ഒന്ന് ചെറുതാക്കി വെക്കണം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ തീ ഒന്ന് സിമ്മാക്കി വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു എണ്ണയൊക്കെ തെളിയുന്ന വരെ കേട്ടോ. എണ്ണ ഒന്ന് തെളിഞ്ഞ് ഈ പൊടികളൊരു കളറൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ എന്താ പറയുക ഗ്ലൈസിങ് ആയി വരും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ പാടില്ല, ശ്രദ്ധിക്കണേ. അപ്പോൾ അത് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തിളച്ച വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിനൊന്നും അങ്ങനെ ഒരു കണക്കില്ല. എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഈ കറിയിലേക്ക് വേണ്ടിയ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിയില്ല, ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പുളിക്ക് വേണ്ടി ഇതിൽ ചേർക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മളെ കുടംപുളിയില്ല, അതിൻ്റെ പച്ചയാണത്, ഉണക്കാത്ത ഫ്രഷ് പച്ചയാണ്. ഇത് എൻ്റെ പെങ്ങളുണ്ട് സൂർച്ച നാട്ടിൽ നിന്ന് ഇപ്പോൾ ലിയാന വരുമ്പോൾ കൊടുത്തയച്ചതാണ് കേട്ടോ. ഓരോ പെങ്ങളാടെ ഉണ്ടാകുന്നതാണ്. എല്ലാ പ്രാവശ്യവും ഇത് പറിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടലുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പച്ച കുടംപുളിയിട്ട കറി എന്ന് പറയുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടുമോ എന്നുള്ളത് ഞാൻ അറിയില്ല. ഇതില്ലാത്ത ആൾക്കാർ സാധാ നമ്മളെ ഉണങ്ങിയ കുടംപുളി ഇട്ടാൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ഈ മാങ്ങ എന്ന് പറയുന്നത് ചെനച്ച മാങ്ങയാണ്. മധുരമൊന്നുമില്ല, ഇതിൻ്റെ കളർ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. മധുരമൊന്നുമില്ല എന്നാൽ പുളിയുമില്ല, രണ്ടും ഇല്ലാത്തൊരു തരം യമനി മാങ്ങ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് മീൻ ഇടുന്നുണ്ട്. മീൻ എന്ന് പറയുന്നത് ചെമ്മീനാണ് കേട്ടോ. ഒരു 100-150 ഗ്രാമേ ഇതുള്ളൂ. ക്ലീൻ ചെയ്തതിന് ശേഷം വലിയ ടൈപ്പ് ചെമ്മീനാണ്. അത് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീനിനൊന്നും പിന്നെ അങ്ങനെ ഒരു അളവ് പറയേണ്ടിയില്ല, നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോഴാണ് നമ്മൾ ആ ഒരു കുടംപുളിയും പിന്നെ മാങ്ങയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസായി വരിക. അപ്പോൾ നമ്മളിത് മൂടി വെച്ച് കൊടുക്കുക. ചെറിയ തീയിലാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവട്ടെ. അപ്പോൾ നമ്മളെ സാമ്പാർ ഇവിടെ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇത് വേണ്ടില്ല സാമ്പാറിൻ്റെ ഞാനിപ്പോൾ ഈ ഒരു കട്ടിയിലാണ് എടുക്കൽ കേട്ടോ. ഇതിനെക്കാട്ടിലും ലൂസായിട്ട് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആ ഒരു പുളിൻ്റെയൊക്കെ ഒരു പച്ചച്ചയൊക്കെ മാറിയിട്ടുണ്ടാവും. കുറച്ച് നേരം ആയല്ലോ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. പഞ്ചസാര ഇതിൻ്റെ സാമ്പാറിൽ കുറച്ച് ചേർക്കണം, നിർബന്ധമാണ്. എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ആയി വരിക. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കരയും ചേർക്കാം കേട്ടോ. ശർക്കര ചേർത്താൽ കുറച്ചും കൂടെ നല്ലതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ശർക്കര ഇല്ല, ഞാൻ പഞ്ചസാരയാണ് സ്ഥിരമായിട്ട് ചേർക്കൽ. അപ്പോൾ അതാ നമ്മൾ പഞ്ചസാരയും ചേർത്തതിന് ശേഷം 1 ടീസ്പൂണാണ് ഞാൻ പഞ്ചസാര ചേർത്തത് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളവരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. ഒരു 1-2 സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കടുകാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അന്ന് പൊട്ടട്ടെ. അപ്പോൾ ഒന്നിൻ്റെ ഈ ഒരു ഇതിലായതുകൊണ്ട് ഞാൻ ഒന്നിൻ്റെ അളവൊന്നും പറയുന്നില്ല കേട്ടോ. എന്താ പറയുക, കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. ഇതൊരു ലഞ്ച് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഞാനൊരു സുമാർ വെച്ചിട്ടാണ് എല്ലാം ചെയ്യണത്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ചെയ്തു കേട്ടോ. തീ ഓഫ് ചെയ്ത് ചൂടൊന്ന് ഇതാകാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിതിലേക്ക് 1 സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒറ്റ സ്പൂണ് മതി. 2 സ്പൂൺ നമ്മൾ കറിയിൽ ചേർത്തതാണ്, 1 സ്പൂൺ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ കായത്തിന് അങ്ങനെ ഫ്ലേവറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ കട്ടക്കായത്തിന് വലിയൊരു ഫ്ലേവറൊന്നും ഇല്ല ഇവിടുന്ന് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും തീ വേണ്ട കേട്ടോ, തീ ഇല്ലാണ്ട് തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ വറവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ ഒരു പാത്രം ഒന്ന് കഴുകി ഇതിലേക്ക് തന്നെ വയ്ക്കുക. ഒരു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, എന്നാൽ അതും കൂടെ ഇതിലേക്ക് വന്നോളൂ. അപ്പോൾ എന്നിട്ട് ആ വറവ് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നന്നായിട്ട് വരിക. വറവ് ഒഴിച്ചതിന് ശേഷം നിങ്ങൾ മൂടി വെക്കണ്ട, ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂടി വെക്കാം. അത് കണ്ടില്ലേ, സാമ്പാർ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്ത്. അപ്പോൾ നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ട് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചോറിന് മാത്രമല്ല ഇഡ്ഡലിൻ്റെ ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാമ്പാറാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടായി, ഞാൻ വാർക്കാണ്. ഇനിയിപ്പോൾ നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് നോക്ക്. ഇതിൻ്റെ കളർ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീൻകറി എന്ന് പറയുന്നത്. ഇതിലേക്ക് തന്നെ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് നിറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ മിക്സി ഒന്ന് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. 1/2 കപ്പും കൂടി, ഏകദേശം ഒരു 1.5 കപ്പോളം പാൽ ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പൗഡറാണ് യൂസ് ചെയ്തത് കേട്ടോ തേങ്ങാപ്പാലിന്. ഇവിടെ തേങ്ങ നമുക്ക് അറിയാമല്ലോ, ഇവിടെ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന പോലെ അത്ര ഈസി ആയിട്ട് കിട്ടുന്ന സാധനമല്ല. വാങ്ങിയാൽ തന്നെ ചിരണ്ടാനൊക്കെ കുറച്ച് പണിയാണ്. അപ്പോൾ ഞാൻ തേങ്ങാപ്പൊടിയാണ് എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ഫ്രഷ് കിട്ടുമെങ്കിൽ അതന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അടിപൊളി നമ്മളെ മാങ്ങ കറി ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ ആ കുടംപുളി ഫ്രഷ് ചെയ്യലുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് മീൻ പൊരിക്കാനുള്ള എടുക്കാം. പിന്നെ 4 പീസ് ഞാൻ അയക്കോറ ഇവിടെ ക്ലീൻ ആക്കി വെച്ചതാണ്. അതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാം. ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1-2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടി കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല. കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ടാവും. അപ്പോൾ ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1-2 സ്പൂണും കൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കട്ടിയായി വരും മിക്സ് ചെയ്യുമ്പോൾ. കണ്ടോ, ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഇതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് മസാല നമ്മൾ നല്ലോണം എന്താ പറയുക, മീനിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഈ അയക്കോറ ആയതുകൊണ്ട് തന്നെ അധികം സമയം വെക്കൊന്നും വേണ്ട കേട്ടോ. നല്ല നേരിയതായിട്ട് മുറിച്ച പീസുമാണ്. ഒരു 10 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും നമുക്കിത് പൊരിച്ചെടുക്കുകയും ചെയ്യാം. 10 മിനിറ്റ് ഇത് തേച്ചതിന് ശേഷം മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഞങ്ങളിവിടെ 4 ആൾ ആണ് ഉള്ളത് കേട്ടോ. അതാണ് 4 പീസ് എടുത്തത്. ഞാനും അസ്ലങ്ക, അതുപോലെ തന്നെ ബാസിയും ലിയാനയും. ലിയാനന് ഇപ്പം പോകാനായി കേട്ടോ. വന്നിട്ട് ഒരു മാസമല്ലേ ലീവുള്ളൂ. അപ്പോൾ അത് 4 പീസും ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമുക്ക് പൊരിക്കാം. ഇപ്പോൾ ലിയാന എണീച്ചിട്ടുണ്ട്. ഓക്കുള്ള ദോശയാണ് ഇപ്പോൾ ചുടുന്നത്. ഇപ്പോൾ ഇവിടെ രാവിലെ ഒരു 10:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. എനിക്കിപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് പുറത്ത് പോകേണ്ടിയുള്ളതുകൊണ്ട് ഞാൻ ചോറൊക്കെ വേഗം ആക്കിയതാണ്. ഓള് പണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓക്കുള്ള ദോശ ആക്കി കൊടുക്കുകയാണ്. ഇന്ന് രാവിലെ ഞങ്ങളെ നാസ്ത എന്ന് പറഞ്ഞാൽ ദോശയും സാമ്പാറും ചട്നിയേനും. അപ്പോൾ ഓക്ക് നല്ലോണം മൊരിയണം, നല്ല ബ്രൗൺ കളർ ആവണം. പോരാത്തതിന് കുറേ നെയ്യും ചേർക്കണം. നെയ്യ് ദോശയിൽ ഒരുപാട് ഇട്ട് കഴിഞ്ഞാലാണ് ഓക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നെയ്യ് നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഓള് മാത്രമേ കഴിക്കുള്ളൂ. നമുക്ക് ആർക്കും ഇവിടെ നെയ്യ് ചേർത്ത വലിയ ടേസ്റ്റ് ഇല്ല. എന്താ പറയുക, നമ്മളാരും കഴിക്കില്ല. ബാസി കഴിക്കില്ല, ആച്ചിക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഞാനും അസ്ലങ്ക ഒന്നും നെയ്യ് ചേർക്കില്ല, ഓയിലാണ് ചേർക്കൽ. അപ്പോൾ അത് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിലാണ് ഓക്ക് ഇഷ്ടം. അപ്പോൾ ഞാനതൊന്ന് മടക്കി വെച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഓക്കുള്ള ദോശ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ പൊരിക്കാം. അപ്പോൾ അത് 2 ദോശ ഞാൻ ചുട്ടതാണ് കേട്ടോ. അതിൻ്റെ കൂടെ കറി ഒഴിച്ച് ചായ ആക്കി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പണി കഴിഞ്ഞു. സാമ്പാറും പിന്നെ നമ്മളെ സാധാരണ ചട്നി ഇല്ലേ, തേങ്ങാ ചട്നി. തേങ്ങയിൽ നമ്മൾ പൊട്ടുകടല ഇട്ടിട്ടുള്ള ചട്നിയാണിത്. വെള്ള ചട്നി എന്ന് പറയുന്നത്. പൊട്ടുകടലയും തേങ്ങയും കൂടെ അരച്ചിട്ടുള്ള ചട്നി. അതാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് മീൻ പൊരിക്കാം കേട്ടോ. മീൻ പൊരിക്കാനുള്ള ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് വയ്ക്കുന്നത്. മീൻ പൊരിക്കുന്ന വെളിച്ചെണ്ണയിലാണ്. ഞാനിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അസ്ലങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ മീനൊന്ന് പൊരിച്ചെടുക്കാം. ഒരു മീഡിയം തീയിലിട്ടാൽ മതി കേട്ടോ. അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടൊരു അധികം തീ കൂട്ടി വെക്കണ്ട. ഒരു മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ വേഗമായി കിട്ടും. നല്ലോണം വേവുകയും ചെയ്യും. എന്നാൽ വല്ലാണ്ട് പുറം ഭാഗം അങ്ങ് എന്താ പറയുക, ഒരു ക്രിസ്പി ആകുന്ന രീതിയിൽ പൊരിച്ചെടുക്കുന്നത് ഇവിടെ ഇഷ്ടമില്ല. നമുക്കിങ്ങനെ ഒരു മീൻ സോഫ്റ്റായിട്ട് തന്നെ കിട്ടണം. അല്ലാണ്ട് അങ്ങ് എന്താ പറയുക, ചിലർ ഡ്രൈ ആയിട്ട് പൊരിക്കും. ചിലർക്ക് അങ്ങനെ ആയിരിക്കും ഇഷ്ടം. പുറം ഭാഗം നല്ല കരിഞ്ഞ പോലെ ആവുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. ചിലർക്ക് ഇങ്ങനെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇഷ്ടം എന്ന് പറയുന്നത് നമുക്കങ്ങനെ വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയിന്ന് വലിയ താല്പര്യമില്ല. അപ്പോൾ മീനിൻ്റെ ടേസ്റ്റ് പോകുക എന്നാണ് നമ്മൾ പറയുക കേട്ടോ. നമുക്ക് ഒരു ആ മീൻ നല്ല സോഫ്റ്റ് തന്നെ എടുക്കലാണ്, അതാണ് ഇഷ്ടം. അപ്പോൾ ഇതൊരു ഭാഗം അതിൻ്റെ ശേഷം തിരിച്ചിട്ട് കൊടുത്തോണ്ട് ഇപ്പോൾ നമ്മൾ ആ മീൻ ഇവിടെ റെഡി ആയിട്ടോ. ഈ ഒരു ഭാഗത്തിലാണ് ഞാൻ എടുക്കൽ. ഇതിപ്പോൾ കണ്ടില്ലേ, അങ്ങനെ ഒരു പുറം ഭാഗം ക്രിസ്പി ഒന്നും ആവില്ല, എന്നാൽ വെന്തിട്ടുണ്ടാവും. അതാണ് ഇതിനൊരു ടേസ്റ്റ്. പൊരിഞ്ഞ ഒരു ടേസ്റ്റും ഉണ്ടാവും, എന്നാൽ വല്ലാണ്ടങ്ങ് ക്രിസ്പി ആയിട്ട് എന്താ പറയുക, ഞെരിയാന്ന് പറയില്ല, ഞാൻ അങ്ങനെ ഞെരിച്ചെടുക്കലില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോറിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിന്. ഇനി നമുക്കിത് എല്ലാം വിളമ്പിയിട്ട് കൊണ്ടുപോയി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇന്നത്തെ സിമ്പിളായിട്ടുള്ളൊരു എന്താ പറയുക ചോറാണ്. മീൻകറിയും സാമ്പാറും പിന്നെ മീൻ പൊരിച്ചതും, അത്രയേ ഉള്ളൂ. ഉപ്പേരിയൊന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയും എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ നമുക്ക് പുറത്തും പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായതുകൊണ്ട് കുറഞ്ഞ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. മീൻകറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ കുടംപുളി ഫ്രഷ് പച്ച കിട്ടാനുള്ള ആൾക്കാർ അങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്രഷ് കുടംപുളി വെച്ചിട്ട് നമ്മൾ അച്ചാറിടും, അതുപോലെ തന്നെ കറികൾ ഉണ്ടാക്കും, എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഇത് നാരങ്ങാ കറിയാണ്. എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ. നമ്മളെ അസീന എന്ന് പറഞ്ഞിട്ടുള്ള മുസ്തഫാൻ്റെ അസീന തന്നതാണ്. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ് കേട്ടോ അത്. അതും കൂടെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.